ഡൽഹി വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്ന് ഒരാൾ മരിച്ചു. മറ്റ് 4 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് ടെർമിനൽ 1 എല്ലാ പ്രവർത്തനങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെച്ചതായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചു. വിമാനങ്ങളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ഇതര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇതര ഫ്ലൈറ്റുകളിൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ പ്രകാരം മുഴുവൻ റീഫണ്ടുകൾ നൽകാനോ എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് DGCA അറിയിച്ചു. അർദ്ധരാത്രി മുതൽ 12 പുറപ്പെടൽ വിമാനങ്ങളും 12 എത്തിച്ചേരൽ വിമാനങ്ങളും റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. അപകടത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപ ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് 3 ലക്ഷം രൂപ വീതവും നൽകും. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം വ്യോമയാന വകുപ്പ് മന്ത്രി രാംമോഹൻ നായിഡു കിഞ്ചാരപ്പുവാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ന് രാവിലെയോടെയാണ് ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണത്. അപകടത്തിൽ ഒരാൾ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി വിമാനത്താവളത്തിലും രാജ്യത്തെ മറ്റ് വിമാനങ്ങളിലും പരിശോധന നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. അപകടത്തിന് വഴിതെളിച്ച സാങ്കേതിക കാരണങ്ങൾ അന്വേഷണത്തിന് ശേഷമേ കണ്ടെത്താനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ത്രെഡ് 24 ഡൽഹി.